കടയ്ക്കൽ ക്ഷേത്രത്തിൽ അലോഷി ഒരു വിപ്ലവഗാനം പാടുന്നത് കേട്ടപ്പോൾ പൊള്ളിയ സംഘപരിവാറുകാരും ചില കപട വിശ്വാസികളെല്ലാം കോട്ടുകാൽ ക്ഷേത്രത്തിലെ RSSന്റെ ഗണഗീതം കേട്ടിട്ട് വലിയ അനക്കോ ആവിയില്ലാതെ പതിയിട്ടിരിക്കുകയാണ്. എന്താണാവോ, RSSന്റെ ഗണഗീതമാകാം, പക്ഷേ വിപ്ലവഗാനം കേട്ട പൊള്ളൂ. ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ആരാണ് അങ്ങോട്ട് നടപ്പിലാക്കിയത്? ഞങ്ങൾ എന്തും കാണിക്കും, നിങ്ങൾ അത് കണ്ട് മിണ്ടാതിരുന്നോളണം. നേരെ മറിച്ച് അതിന് ബദലായിട്ട് തിരിച്ചെന്തെങ്കിലും കാണിച്ചാൽ അയ്യോ ദേ വിശ്വാസം തകർക്കണേ, ഹിന്ദു വിശ്വാസത്തിലേക്ക് വിപ്ലവഗാനമായിട്ട് വരുന്നേന്ന്. അപ്പോൾ ഹെഡ്ഗേവാറിനെ പുകഴ്ത്തിപ്പാടിയ RSSന്റെ ഗണഗീതം അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണത്രേ. അതുകൊണ്ടാണ് കൊല്ലം കോട്ടുകൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം RSSന്റെ ഗണഗീതവും ഒപ്പം അവർ തന്നെ സൃഷ്ടിച്ച ദേശീയ ഗാനങ്ങളും പാടിയത്. അത് കേട്ടിട്ട് ഈ നാട്ടിലെ എല്ലാവരും ഇതൊക്കെ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമാണെന്ന് കരുതി മിണ്ടാതിരുന്നോളണം. എന്നിട്ട് നിറച്ച് RSSന്റെ കൊടിതോരണങ്ങളും കെട്ടി. നമ്മുടെ ചില ജഡ്ജി ഏമാന്മാർക്ക് ഇത് കണ്ടിട്ട് ഒരു കുരുപൊട്ടലും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും എന്താണ് ആ നാട്ടിൽ സംഭവിച്ചതെന്നും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് RSS നടത്തിയ തോന്നിവാസം എന്താണെന്നും പ്രദേശവാസിയായിട്ടുള്ളൊരു വ്യക്തി ന്യൂസ് 18 ചാനലിൻ്റെ ഒരു പൊതുപരിപാടിയിൽ വിളിച്ച് അതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. നാട്ടുകാർ കേൾക്കേണ്ടതുണ്ട്. പല ക്ഷേത്രങ്ങളിലും സംഘപരിവാർ കയറിയിരുന്ന് ഹിന്ദു വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ കമ്മിറ്റിയിൽ അടക്കം കടന്നുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് കയ്യോടെ പിടിക്കപ്പെട്ടതും ഇപ്പോൾ ആ കമ്മിറ്റിക്കെതിരെ ദേവസ്വം ബോർഡ് നടപടിയെടുക്കാൻ ഒരുങ്ങുന്നതും. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന RSS സ്പോൺസേഡ് പരിപാടികൾ അത് മാത്രമേ ക്ഷേത്രത്തിൽ പാടുള്ളൂ എന്നുള്ള ഒരു തിട്ടൂരം ഇവിടെ ഒളിച്ചു കടത്തപ്പെടുന്നുണ്ട്. പലയിടങ്ങളിലും അതിനെതിരെ ശബ്ദമുയർത്താനായിട്ട് തയ്യാറാകുന്നില്ല. കാര്യം RSS സ്വാധീനമുള്ളതാണല്ലോ നമ്മുടെ മാപ്രകളും മാധ്യമ സ്ഥാപനങ്ങളും. പക്ഷെ ചില കാര്യങ്ങളെ പൊതുജനം തന്നെ നേരിട്ട് എതിർക്കുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടുകൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് RSSും ബജ്രംഗ് ദളും ചേർന്ന് നടത്തിയ കോലാഹലങ്ങളെ പരസ്യമായി എതിർക്കുകയും അതിന് വളം വെച്ചു കൊടുത്ത ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരിക്കുന്നത്. അതിൻ്റെ വസ്തുത എന്താണെന്ന് ഈ പ്രതികരണം നിങ്ങളെ ബോധ്യപ്പെടുത്തും. വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൃത്യം ചിത്രം കിട്ടുമല്ലോ, എന്താണ് ആ കോട്ടുകലിൽ അവിടെ ഉണ്ടായതെന്ന്. പ്രവീൺ കോട്ടുകൽ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ പ്രവീൺ, ഈ കോട്ടുകൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? അവിടെ ഉത്സവത്തിന് പോയിരുന്നു? അതിനെപ്പറ്റി സംസാരിക്കുന്ന മുമ്പേ സാറേ, ഞങ്ങൾ ഈ ഒരു ഞങ്ങളെ നിങ്ങളുടെ ഈ ഒരു ഹെഡ്ലൈൻ കണ്ടിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇതിലേക്ക് വിളിച്ചത് സാറേ. ക്ഷേത്രത്തിൽ ദേശഭക്തി ഗാനമോ അല്ലെങ്കിൽ ഗണഗീതമോ എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ് പോകുന്നത്. സാർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാർത്തകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ വാർത്തകളെല്ലാം കാണുന്ന ഒരാളാണ്. അപ്പോ RSS ഗവൺമെന്റ് നേതാവായിട്ടുള്ള ഹെഡ്ഗേവാറിനെ പറ്റി ഈ പരമേശ്വരൻ എന്ന് പറയുന്ന എഴുതുന്ന സമയത്ത് അദ്ദേഹം ഹെഡ്ഗേവാറിനെ പറ്റിയാണ് എഴുതുന്ന അദ്ദേഹം തന്നെ പറയുന്ന വരികയാണെന്നുള്ള ഈ വരികൾ നമസ്കരിപ്പു ഭാരതം അങ്ങേ എന്ന് പറയുന്ന ഹെഡ്ഗേവാറിനെ നമസ്കരിച്ചുകൊണ്ട് P പരമേശ്വരൻ എഴുതിയ ഗണഗീതമാണല്ലോ ഈ പാട്ട്. അത് സർക്കാരും ബോധമുള്ള നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് ക്ഷേത്രത്തിൽ ഗണഗീതം പാടുന്നത് ശരിയോ എന്ന് വേണ്ട സാർ ഇതിടാൻ. ഇതൊരു കൺഫ്യൂസിംഗ് ആയി പ്രേക്ഷകർക്ക് തോന്നുന്ന രൂപത്തിൽ ആ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ശരിയല്ല എന്നൊരു പരാതിയുണ്ട്. അല്ല, അതായത് നമ്മള് ഇത് മറുവിഷവും ഒരു പറയുന്നുണ്ടല്ലോ. മറുവശത്തോടെ ഞാൻ ചോദിക്കുന്നതല്ല സാറേ, ഇത് എഴുതിയിരിക്കുന്നത് P പരമേശ്വരനാണ്. P പരമേശ്വരൻ എഴുതിയിരിക്കുന്നത് ഹെഡ്ഗേവാറിനെ പ്രകൃതിച്ചൊന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞ എഴുതിയൊരു വരികളാണ്. അപ്പൊ അത്രയും തെളിവും എവിഡൻസും മുമ്പിൽ ഉണ്ടായിട്ടും അത് ഗണഗീതം പാടുന്നത് ശരിയോ എന്ന് ചോദിക്കുന്നതിന് പകരം ഗണഗീതമോ ദേശഭക്തി ഗാനമോ എന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രൂപത്തിൽ ഈ വാർത്ത സാർ നേരത്തെ ചോദിച്ചതുപോലെ കോട്ടുകളെ ബന്ധപ്പെട്ട് സാറിന് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കും. ഞാൻ പറയാം. അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ ആളുകളുടെ ഒരു പ്രതികരണം എന്താണ്? ഇതിപ്പോ ഒരു വലിയ വിവാദമായി. അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഉപദേശക സമിതിയുടെ ഈ ക്ഷേത്രോപദേശ സമിതിയുടെ വൈസ് പ്രസിഡന്റ് അടക്കം ആ ഉപദേശക സമിതി അംഗമടക്കം ഈ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ വിശ്വാസ സമൂഹം, ഞാനൊന്ന് പറയട്ടെ, അവിടുത്തെ വിശ്വാസ സമൂഹം ഒന്നടങ്കം ഈ വിഷയത്തിൽ പ്രതിഷേധം നിൽക്കുകയാണ്. അവിടെ ഈ പാട്ട് പാടുന്നതിനൊപ്പം ആ ക്ഷേത്രാങ്കണത്തിൽ മുഴുവൻ RSSന്റെ കൊടിതോരണങ്ങൾ, അവിടെ ബജ്രംഗിലെ ഒരു കൊടി കെട്ടിയതിനു ശേഷം പിന്നീട് വലിയ പൊതുജന പ്രതിഷേധം ഉണ്ടായപ്പോൾ ഇവർ അഴിച്ചു മാറ്റി. വലിയ ജനപ്രതിഷേധം ഉണ്ടായതിന്റെ ഭാഗമായി ഇവർ അവസാനം ആ ബജ്രംഗിയുടെ സ്ഥാനം ഒഴിച്ചു മാറ്റി. അതിനുശേഷം തങ്ങളുടെ പേരിലുള്ള ടീഷർട്ടൊക്കെ ധരിച്ച് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രൂപത്തിലാണ് ഉത്സവപരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം RSSന്റെ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ പരമാവധി പേർ ഇവിടേക്ക്
കൊടിതോരണങ്ങളെ എത്തിച്ചേരണം എന്നൊരു ഭീഷണി സന്ദേശം മുഴക്കി. അത് പുറത്തു വന്ന് പോലീസിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ ജനങ്ങൾ പരിഭ്രാന്തരായി. അവിടേക്ക് ആളുകൾ വരുന്നതിന് മടിച്ചു. അങ്ങനെ പോലീസ് ഇന്നലെ വലിയ പോലീസ് ഉണ്ടാകും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇവരൊരു ഗ്രൂപ്പിലൂടെ അറിയിപ്പ് കൊടുക്കുകയാണ്, നമ്മൾ ഗണഗീതം പാടിയ ബന്ധപ്പെട്ട് ഇവിടെ വലിയ പോലീസ് നടപടി ഉണ്ടാകുന്നു, അതുകൊണ്ട് എല്ലാവരും കയ്യിലുള്ള കൊടികളുമായി വരണമെന്ന് RSSന്റെ ഗ്രൂപ്പ് വഴി പ്രചരണം നടക്കുന്നു. അത് പോലീസിലേക്ക് എത്തുന്നു. പോലീസ് ആ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു. അങ്ങനെ പോലീസ് അവിടെ വലിയ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവിടെ യാതൊരു തരത്തിലും സാധാരണക്കാരൻ ഒരു വിശ്വാസിയായ മനുഷ്യന് ക്ഷേത്രത്തിലേക്ക് മനസ്സമാധാനത്തോടെ പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷം അവിടുത്തെ ഉത്സവ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് അവിടുത്തെ നിലവിലുള്ള സാഹചര്യം. അവിടുത്തെ എന്താണ് ബജ്രങ്ങിന്റെ കൊടി അവിടെ ആദ്യം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു സാറേ. അതിന്റെ ഫോട്ടോ നിങ്ങൾ കാണിക്കുന്ന ആ വീഡിയോയിൽ ആദ്യം ഉണ്ട്. ഇത് ഉപദേശ സമിതി അംഗങ്ങളും ഉത്സവ കമ്മിറ്റിയിലെ ചില ആളുകളും അടക്കം നിന്ന് കെട്ടുന്ന വീഡിയോ അടക്കം അത് വേണമെങ്കിൽ നമ്മൾ അയച്ചിടാൻ തയ്യാറാണ്. അതിന്റെ അടക്കം വീഡിയോ വെച്ചിട്ടാണ് ഈ പരാതി പോയിരിക്കുന്നത്. അല്ല, ഞാൻ ഒരു സംശയം കൂടി അങ്ങ് അവിടുത്തുകാരനായി ചോദിക്കട്ടെ. അപ്പൊ ഇത് അവിടെ ഇങ്ങനെ കൊടിതോരണങ്ങൾ കെട്ടിയപ്പോൾ ഈ ഉത്സവത്തിന് മുന്നേ ആരും ഇത് പാടില്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അപ്പൊ എന്താണ് അവരൊരു വിശദീകരണമായി നൽകിയത്? ഇത് ഉത്സവത്തിന്റെ ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഉത്സവത്തിന്റെ ആദ്യ ദിവസം തലേ ദിവസമാണ് ഇത് കെട്ടുക. അപ്പൊ അന്ന് രാത്രി തന്നെ ഈ ഉപദേശസമിതി പ്രസിഡന്റിനോടും ഉപദേശസമിതി സെക്രട്ടറിയെയും ഈ ഉപദേശസമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അഖിൽ ശശി ഫോണിൽ ബന്ധപ്പെട്ട് നിങ്ങളിത് ചെയ്യുന്നത് ശരിയല്ല, ഇത് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന പോലെയാണ്, പ്രത്യേകിച്ച് കോട്ടുകളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാ മതക്കാരുടെ എല്ലാം പൈസ വാങ്ങിയിട്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വർഗീയ രാഷ്ട്രീയ സംഘടനയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് പോകുന്നത് ശരിയല്ല, ഇത് അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഒരു 3 മണിവരെയും അവരിത് അഴിച്ചു മാറ്റും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ വിഷയം ബന്ധപ്പെട്ടവരോട് സംസാരിച്ചിരുന്നു. അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ക്ഷേത്രത്തിന് പുറത്ത് എന്നതിനപ്പുറം ക്ഷേത്ര മൈതാനിയിൽ കെട്ടിയിരിക്കുന്നതെല്ലാം അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന് ശേഷവും ഇവരിത് അവിടെ അയച്ചു മാറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇവർ ഈ പരാതിയുമായി സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഉപദേശക സമിതിയിൽ കൂടുതലും RSS BJP അനുഭാവികളാണോ ഇതിലുള്ളത്? ഉപദേശക സമിതിയിൽ കുറച്ചധികം RSS BJP അനുഭാവികളാണ്. ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആൾക്കാരും ഒന്ന് രണ്ട് നിഷ്പക്ഷമായിട്ടുള്ള ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഭൂരിപക്ഷം RSS അനുഭാവികളാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അഴിച്ചു മാറ്റണം എന്ന് ഇവരോട് ആവശ്യപ്പെടുന്നത്. ഇവർ അഴിച്ചു മാറ്റാതിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം 3 മണിക്ക് പരാതിയുമായി പോകുന്നത്. എന്നിട്ട് അതേ ദിവസം തന്നെ രാത്രി 11:30 ആരംഭിച്ച ഗാനമേള വെളുപ്പാങ്കാലത്ത് 1 മണിയോടുകൂടി ഇവർ ഈ RSSന്റെ ഗണഗീതം പാടിക്കുകയാണ്. ഇവരതിൽ ദേശഭക്തി ഗാനങ്ങളായിട്ടുള്ള ഗണഗീതങ്ങളും പാടിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആരും അവിടെ കൂടിയിരിക്കുന്ന RSSകാർ ഇങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാടിക്കണം. ഇതിന്റെ പരിപാടി സ്പോൺസർ ചെയ്തിരുന്ന ടീമും ഒപ്പം അവിടുത്തെ ഉത്സവ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാ ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഇവർ പറയും പോലെ ആണെങ്കിൽ പരമപവിത്രമതാമി മണ്ണിൽ എന്ന് പറയുന്ന ഒരു RSSന്റെ ഗണഗീതത്തോടെ പാടിയിരുന്നു. പക്ഷെ അത് വേണമെങ്കിൽ ദേശഭക്തി ഗാനമായിട്ട് ഇവർക്ക് വാദിച്ച് ജയിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ പരാതി ആരും പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഹെഡ്ഗേവാറിനെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം ഇന്നയാൾ എഴുതി എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഇവരുടെ ഗണഗീതമായിരിക്കുന്ന പാട്ട്, ഒരാളെ പറ്റിയുള്ള പാട്ട് അവിടെ പാടി. ഈ പരമപവിത്രമതാമി മണ്ണിൽ എന്ന പാട്ട് അവിടെ ആദ്യം പാടി, പക്ഷെ അതിനാരും അത് അവസാനം അത് ചെയിൻ സോങ്ങിന്റെ ഭാഗമായി ആ പാട്ടും പാടിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി പരാതി പോയിട്ടില്ലല്ലോ. ചെയിൻ സോങ്ങിന്റെ ഭാഗമായി പരമപവിത്രമതാമിൽ വന്ന RSSന്റെ ഗണഗീതം തന്നെയാണ്. അതും ഈ ആളുകൾ ആവശ്യപ്പെട്ടാണ് ഈ ഗാനമേള സംഘം അങ്ങ് പാടുകയാണോ? ഈ ചെയിൻ സോങ്ങിന്റെ ഭാഗമായിട്ടുള്ള പാട്ട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അതിൽ ഗാനമേള സംഘത്തിനെതിരെ കേസെടുക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ചെയിൻ സോങ്ങിന്റെ ഭാഗമായിട്ടുള്ള പാട്ട് ഗാനമേള സംഘം മുൻകൂട്ടി ഇവിടുത്തെ ഉത്സവ കമ്മിറ്റി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി ചിട്ടപ്പെടുത്തി വരികയായിരുന്നു. അപ്പൊ അതാണ് ഈ ചെയിൻ സോങ്ങിന്റെ ഭാഗമായിട്ട് പാടുന്നത്. പക്ഷെ അതിന് മുൻപാണ് ഈ RSSന്റെ ഗണഗീതം. അത് ഈ സ്പോൺസർ ചെയ്ത ടീമും അവിടുത്തെ ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ചില ഉപദേശ സമിതി അംഗങ്ങളുടെ അറിവോടുകൂടി തന്നെയാണ് അവരവിടെ ഇടപെട്ടിന്റെ ഭാഗമായിട്ടാണ് ആ പാട്ട് പാടുന്നത്. പക്ഷെ അത് പാടിയതിനു ശേഷം ഇവർ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. അതിൽ ഒരുപക്ഷെ ഇവർ പറയും പോലെ രാഷ്ട്രീയത്തിനുള്ള മുദ്രാവാക്യങ്ങളും ഇവരുടെ സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും ഉണ്ട്. രണ്ടും വിളിച്ചിട്ടുണ്ട്. അപ്പോ അതിലാണ് പ്രതിഷേധം. ഇവർ ദേശഭക്തിഗാനം പാടിയാൽ ആർക്കും പ്രതിഷേധമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഈ താങ്കൾ അവിടുത്തെ ആളായതുകൊണ്ട് ഞാൻ ചോദിക്കാം, പൊതുജനങ്ങൾക്ക് അതൊക്കെ അറിയാൻ വേണ്ടിയും കൂടിയാണ്. ഈ അങ്ങ് പറഞ്ഞല്ലോ ഇവർ ഇത് വാട്സപ്പുകളിലൂടെ പ്രചരിപ്പിച്ചു, ആളുകൾ അവിടെ കൂടുതലായി വരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പോലീസ് അവിടെ വന്നു. അപ്പോൾ ഇപ്പൊ അതിന്റെ ഒരു അനന്തരഫലമായി എന്ത് സംഭവിച്ചു? ആ പോലീസിന് അവരെ തിരിച്ചയക്കാൻ കഴിഞ്ഞോ? അതോ അതിന്റെ അനന്തരഫലമായി പോലീസ് ആവശ്യത്തിൽ നടപടിയെടുക്കുകയും ആ പ്രദേശത്തേക്ക് വലിയ രൂപത്തിൽ പോലീസ് ആവശ്യത്തെ വളരെ മാതൃകപരമായിട്ടാണ് ഇടപെട്ടത്.
പോലീസ് ആ വിഷയത്തിൽ ആ പ്രദേശത്തേക്ക് വലിയ രൂപത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ മെസ്സേജ് ഇട്ട വ്യക്തിയോട് ഇവിടെ വരരുതെന്ന് ഇവര് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇവരുടെ തന്നെ നേതാക്കളാണ് വിഷയം ചേർത്ത് കൊടുക്കുന്നത്. RSSന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് എന്തായാലും പ്രദേശ CPMന്റെയോ കോൺഗ്രസ് നേതാക്കൾ കിട്ടത്തില്ലല്ലോ. ആ വാർത്ത ഇവരുടെ ഇടയിൽ തന്നെ ഒരുപക്ഷെ ഇവർക്കിടയിൽ പോലും ഇത്രയും തീവ്രമായി ഇതിനെ കൈകാര്യം ചെയ്തതുകൊണ്ട് പ്രതിഷേധമുള്ളവർ ഉണ്ടെന്നാണ് എന്നുള്ളത്. RSSന്റെ ഗ്രൂപ്പുകളിലും BJP ഗ്രൂപ്പുകളിലും പോലും ഇത്തരം ഇവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല. ക്ഷേത്രത്തിന്റെ കോട്ടിക്കൽ മഞ്ഞിപ്പോ ക്ഷേത്രം പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിന്റെ പവിത്രതയെ തകർക്കുന്ന രൂപത്തിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇവരുടെ ഉത്സവ അകത്തും ഉപദേശ സമിതിക്കകത്തും RSSന്റെ അകത്തും ആൾക്കാർക്ക് ചിന്തയുണ്ട്. അതിന്റെ ഭാഗമായിട്ടല്ലെങ്കിൽ RSSനെ പോലെ ഒരു കേന്ദ്ര പാർട്ടിയുടെ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പിൽ നിന്നുള്ള മെസ്സേജ് പുറത്തു വരില്ലല്ലോ. ഇന്ന് വൈകുന്നേരം സംഘപ്രവർത്തകർ മുഴുവൻ പേരും കയ്യിലുള്ള കൊടുക്കടങ്ങൾ എത്തിച്ചേർന്നുള്ള ക്ലോസ്ഡ് സർക്യൂട്ടിലയച്ച മെസ്സേജ് പുറത്തു വരികയും അത് പോലീസിലേക്ക് എത്തുകയും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അതിൽ മാതൃകാപരമായി ഇടപെടുകയും കൂടുതൽ പോലീസ് അന്വേഷണം അവിടെ എത്തിക്കുകയും ചെയ്യില്ല. ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പല ദിവസങ്ങൾ ഇപ്പൊ രാത്രിയിൽ സാധാരണ പൊതുജനങ്ങൾക്ക് അവിടേക്ക് പരിപാടിക്ക് പോകാൻ പേടിയാവുന്ന സാഹചര്യമായി. വലിയ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടി ഒരു ഭീകരാന്തരീക്ഷം ഈ പരിപാടി വന്നിരിക്കുന്നത്. അതാണ് എന്റെ ഒന്നാമത്തെ അനന്തരഫലം. സാധാരണ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയാണല്ലോ ഇത്തരം പരിപാടികൾ കാണാൻ പോകുന്നത്. അതെ, ഇവരുടെ ഗാനമേളയിൽ ഇവർ പറയുന്ന ഗാനമേളയിൽ ജനഗീതം പാടിയതിനു ശേഷം അവിടെ പിന്നെ ഭൂരിഭാഗം ആൾക്കാരും പോകുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അത് മാത്രമല്ല ഇപ്പോ ഈ പ്രദേശത്ത് രാത്രി ഈ ആലപ്പുഴ ജില്ലയിലൊക്കെ മാത്രം നിലവിലുള്ളതുപോലെ 10 മണിക്കും 11 മണിക്കും ഒക്കെ ശേഷം പരിപാടി നടത്താന്നതിനെ പറ്റി പോലീസ് തന്നെ ഒരു ആശങ്ക നിൽക്കുകയാണ്. പോലീസും കാരണം ഇത്തരത്തിൽ ഇവർ ഏത് സമയത്താണ് സംഘടിച്ചതെന്ന് അറിയില്ല. അവിടെ എന്തെങ്കിലും കലാപത്തിലുള്ള ആഘാതം ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് അവിടെ പരിപാടി നടത്തുന്ന സമയം നിജപ്പെടുത്തുന്നതിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മുമ്പ് കോട്ടിക്കൽ ഉത്സവത്തിൽ എത്ര മണി വരെയാണെങ്കിലും പരിപാടി നടക്കുമായിരുന്നു, സമാധാനമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയ മാനസിക വിഷമവും ബുദ്ധിമുട്ടുമാണ്. ഞങ്ങൾക്കെന്നല്ല ഈ പ്രദേശത്ത് പ്രവീണിന്റെ ഇത് പ്രതികരണം വ്യക്തമാണ്. നമ്മുടെ സമയം അതിക്രമിച്ചത് കഴിഞ്ഞതുകൊണ്ട് RSSകാർ ആ പഴയ പരിപാടി വെച്ച് നടത്താമെന്നുള്ളത് അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ മതി. കാലം മാറിയിട്ടുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹിന്ദു വിശ്വാസികളുടെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണ്, ഞങ്ങളാണ് വിശ്വാസ സംരക്ഷകർ, ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന കപടതയിൽ ഇരുന്നു കൊണ്ട് വിശ്വാസത്തിൻ്റെ മറ പിടിച്ച് ഈ സമൂഹത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയും ജനങ്ങൾക്കിടയിൽ അവരുടെ രാഷ്ട്രീയം ഒളിച്ചു കടത്താനും അവരുടെ രാഷ്ട്രീയം വളർത്താനും വേണ്ടിയുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് കോട്ടുകലിൽ കണ്ടത്. ഇതിന് വിരുദ്ധമായിട്ട് എവിടെയെങ്കിലും ചുവന്ന കൊടി ഉയർന്നു കണ്ടാൽ ചില ജഡ്ജി ഏമാന്മാരെ പോലെ തന്നെ RSSകാർക്ക് വല്ലാത്ത ഹാലിളക്കമുണ്ടാകും. ഞങ്ങളുടെ കൊടിയാണ് പലയിടങ്ങളിലും ഉയരേണ്ടത്. അതാണ് ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ തന്നെ ചേർത്ത് വച്ചിരിക്കുന്നത്. അത് ഇനി അങ്ങ് കോട്ടുകൽ ക്ഷേത്രത്തിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. ആ ക്ഷേത്ര കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള കാര്യം എന്താണെന്നും എന്താണ് അവിടെ സംഭവിച്ചതെന്നും ആ പ്രതികരണം വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ഇതുപോലെയാണ് പലയിടങ്ങളിലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതര മത വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ സമൂഹത്തിലെ നാനാവിഭാഗം മനുഷ്യരിൽ നിന്ന് പണം പിരിച്ച് നടത്തുന്ന ഉത്സവ പരിപാടികൾ RSS സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് കോട്ടുകൽ ക്ഷേത്രം തെളിയിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ശക്തമായി തന്നെ പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ അടുത്ത കാലത്ത് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയവും വേണ്ടെന്നാണ് അതിനർത്ഥം. അത് RSS രാഷ്ട്രീയം കഴിഞ്ഞ കുറേ കാലമായിട്ട് വച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ആ കോടതിയുടെ നിരീക്ഷണ പ്രകാരം തന്നെ വേരോടെ പിഴുത് പുറത്തെറിയാനുള്ള അവസരം കൂടിയാക്കി മാറ്റാനുള്ള തുടക്കമാകണം കോട്ടുകളിൽ നിന്ന് തുടങ്ങേണ്ടത്. അത് എന്താണ് അവർ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനമെന്ന് അവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള വ്യക്തിയുടെ പ്രതികരണം വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്.